ഗോവർദ്ധനൻ ബാലേന്ദ്രനെ കാണാൻ ഹോസ്പിറ്റലിലെത്തി. ഇപ്പോൾ എങ്ങനെയുണ്ട് ബാലേട്ട എന്ന് ചോദിച്ചപ്പോൾ ബാലേന്ദ്ര മേനോൻ പറയുകയാണ്, എന്തോന്നും സുഖം, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് നല്ല സുഖം കിട്ടിയേനെ എന്ന് പറയുകയാണ്. രോഹിത്തിൻ്റെ കാര്യം എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ബാലേന്ദ്ര മേനോൻ പറയുന്നു, ആദ്യം ഒന്നും ചെയ്യേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ എൻ്റെ മകനായി പോയില്ലേ എന്ന് പറഞ്ഞിട്ട് കരയുകയാണ്. ഒരു വക്കീലിനെ കണ്ടിട്ട് ജാമ്യം കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ കടകളൊന്നും തുറക്കണ്ട, ആൾക്കാർ പ്രശ്നമുണ്ടാക്കുമെന്ന് പറഞ്ഞു. അലീനയോട് ചോദിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫോണില്ല, അലീനയുടെ കയ്യിലാണ്, എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാനുണ്ടെങ്കിൽ അലീനയോട് കൂടി സംസാരിച്ചിട്ട് ചെയ്താൽ മതി എന്ന് ബാലേന്ദ്ര മേനോൻ പറയുകയാണ്. ഗോവർദ്ധനം പോയപ്പോൾ വളരെ വിഷമിച്ച് ബാലേന്ദ്ര മേനോൻ കരയുകയാണ്. ശിവശങ്കര മേനോൻ മനുവിനെ വിളിച്ച് സംസാരിക്കുകയാണ്. നമുക്ക് ഹരി എങ്ങനെയും രക്ഷിക്കേണ്ടേടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ മനു പറയുന്നു, ഞാൻ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്, നിൻ്റെ ചേട്ടൻ നിൻ്റെ അനിയനല്ലേ ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് പോലീസുകാർ എന്നെയും കൂടി അപമാനിക്കില്ലേ, എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നീ ഒരു വക്കീലിനെങ്കിലും ഏർപ്പാടാക്കെന്ന് പറഞ്ഞു. വക്കീലൊന്നും ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല, അവനെ റിമാൻഡ് ചെയ്യും എന്നൊക്കെ പറയുകയാണ്. പോലീസുകാർ ഇടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കൈക്കൂലി എന്തെങ്കിലും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മനു പറയുകയാണ്, ആദ്യം അവൻ നല്ലോണം ഇടി കൊള്ളട്ടെ, അങ്ങനെയെങ്കിലും അവൻ നന്നാവട്ടെ എന്ന് പറഞ്ഞു. അവനൊരു അബദ്ധം പറ്റിയതല്ലേ, നീ ഇങ്ങനെയൊന്നും പറയില്ലേ എന്നാണ് ശിവശങ്കര മേനോൻ പറയുന്നത്. അപ്പോൾ പറയുകയാണ്, അവൻ ഒരു അബദ്ധമല്ലല്ലോ പറ്റിയതെന്നും അലീനയോട് അവൻ ഇങ്ങനെയല്ലേ ചെയ്തത്, അന്ന് അവന് നല്ല ഇടി കൊടുത്തതാണ്, അവൻ എന്നിട്ട് നന്നായില്ലല്ലോ, ഇനി അവൻ കുറച്ച് നേരം പോലീസ് സ്റ്റേഷനിൽ കിടന്ന് എല്ലാം പഠിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അവസാനം ശിവശങ്കര മേനോൻ ഫോൺ വെച്ചു.